ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ വർഷത്തെ എക്സാമിനേഷന്റെ പ്രത്യേകത എന്താണെന്നുള്ളത്. ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിനേഷനിൽ നമ്മൾ എല്ലാ സബ്ജക്റ്റുകളും നോക്കുന്ന സമയത്ത് അവിടുന്ന് എല്ലാം ഫസ്റ്റ് ടേമിൽ നിന്ന് അഥവാ ഓണ പരീക്ഷയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഏകദേശം 20%, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 20%. അപ്പൊ 20%-ഓളം മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു സോഷ്യൽ സയൻസിന്റെ എക്സാമിനേഷനും നമ്മൾ ആ 20% മാർക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ആ 20% മാർക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് 20% എന്ന് പറഞ്ഞാൽ മക്കളുടെ ചോദ്യം ഉണ്ടാവും, സാറേ എത്ര മാർക്ക് വരെ വരും? അതൊരു 18 മാർക്ക് മുതൽ 21 മാർക്കിന് വരെ വരാനുള്ള സാധ്യതകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പൊ എന്റെ മക്കളുടെ പ്രശ്നം, സാറേ ഞങ്ങൾ ഏതെല്ലാം പഠിക്കണം? ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ 5 ചാപ്റ്റർ ഉണ്ട്, ജിയോഗ്രഫിയിൽ നിന്ന് 4 ചാപ്റ്ററുകൾ ഉണ്ട്, 9 ചാപ്റ്റർ ഞങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് സാറേ ഞങ്ങൾ ഏതൊക്കെ പഠിക്കണം? ഞങ്ങളുടെ മുമ്പിൽ ഒരുപാട് സംശയമാണ് ഏതൊക്കെ പഠിക്കണം എന്നുള്ളത്. അതിനുള്ള സൊല്യൂഷനാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. മക്കളെ, നിങ്ങൾ പ്രധാനമായിട്ടും എല്ലാ ചാപ്റ്റേഴ്സുകളും വായിച്ചു പോകുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാം, ഒന്ന് മെൻഷൻ ചെയ്തുതരാം. ഈ കാര്യങ്ങൾ മക്കൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് പോവുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നോക്കുമ്പോൾ, സീസൺ ആൻഡ് ടൈം എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ ടൈം കാൽക്കുലേഷൻ എന്ത് പഠിക്കും മക്കളെ? ടൈം കാൽക്കുലേഷൻ എന്ത് ചെയ്യാം, പഠിച്ചിട്ട് പോവുക. അഥവാ സമയം കാണുന്നത് എങ്ങനെയെന്നുള്ളത്. പ്രധാനമായിട്ടും അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഇന്ത്യൻ ടൈം കേട്ടോ. ഇന്ത്യൻ ടൈം കാണാനുള്ള ഐഡിയ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇന്ത്യൻ ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻവിച്ച് ടൈമിന്റെ കൂടെ, ഗ്രീൻവിച്ച് സമയത്തിന്റെ കൂടെ 5.5 മണിക്കൂർ കൂട്ടിയാൽ ഇന്ത്യൻ സമയം കിട്ടും. അപ്പൊ അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഉദാഹരണം പറയുന്നത് 2 മണി PM ആണ്. 2 മണി PM ആണ് എവിടെ, ഗ്രീൻവിച്ച് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സമയം എന്ന് പറഞ്ഞാൽ 7 PM ആയിരിക്കും. 5.5 മണിക്കൂർ എന്ത് ചെയ്യാൻ കൂട്ടിയാൽ മതി. അതേസമയം അത് മാത്രമല്ല, ഒരു ഗ്രീൻവിച്ചിൽ നിന്ന് എല്ലായിടത്തേക്കുള്ള സമയം കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, മക്കൾ പഠിച്ചു വെക്കാം. ഈ കാര്യങ്ങളുടെ ട്രിക്കുകളും കാര്യങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്യാം, പറഞ്ഞു തരണ്ടേ. കൂടാതെ തന്നെ അടുത്ത ഭാഗം എന്ന് പറയുന്നത്, അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ ദ സെർച്ച് ഓഫ് സോഴ്സ് ഓഫ് വിൻഡ്, കാറ്റിന്റെ ഉറവിടം തേടി എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് അതിൽ ഒന്നാമതായിട്ട് നിങ്ങൾ പഠിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത്, പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗം, നമ്മുടെ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസിങ് ദ പ്രഷർ ഇൻഫ്ലുവൻസ്, അഥവാ പ്രഷറിനെ അഥവാ അറ്റ്മോസ്ഫിയർ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്രഷറിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് കേട്ടോ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്നാമത്തെ ഏതാണ്? ആൽറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ, അതുപോലെ ഹ്യൂമിഡിറ്റി അല്ലേ? ഹ്യൂമിഡിറ്റി അഥവാ ഉയരം, താപം, അതുപോലെ തന്നെ ആർദ്രത എന്ന് പറയും. ഇവ മൂന്നും പഠിക്കാൻ സുഖാണ്. ഇവ മൂന്ന് കൂടിയാലും പ്രഷർ എന്ത് ചെയ്യും, കുറയും. അവ 3 കുറഞ്ഞാലും പ്രഷർ കൂടും. ആ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ആ കാര്യം എന്ത് ചെയ്യുക, മക്കൾ നന്നായിട്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് പഠിച്ചിട്ട് വേണം പോവാന്. കൂടാതെ തന്നെ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് പ്രഷർ ബെൽറ്റ്. എന്ത് പഠിച്ചു വെക്കാം മക്കളെ? പ്രഷർ ബെൽറ്റുകൾ പഠിച്ചു വെക്കാം. പ്രഷർ ബെൽറ്റ് എങ്ങനെ ഫോം ചെയ്യുന്നു, എന്ത് കാരണം കൊണ്ട് ഫോം ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പൊ ഇക്വറ്റോറിയൽ പ്രഷർ ബെൽറ്റ്, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, ആ പ്രഷർ ബെൽറ്റിനെ തന്നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോൾഡ്രം ഏരിയ, നോ വിൻഡ് സോൺ. അഥവാ അവിടെ കാറ്റുകളെല്ലാം ഇല്ലാത്തത് കൊണ്ട് തന്നെ നോ വിൻഡ് സോൺ, ഡോൾഡ്രം ഏരിയ എന്നെല്ലാം പറയാറുണ്ട്. ആൻഷ്യൻ മറീനേഴ്സിന് അഥവാ പഴയ കാലഘട്ടത്തിൽ യാത്രക്കാർക്ക് ഒരുപാട് പേടിയുള്ള സ്ഥലമായിരുന്നു നമ്മുടെ ഡോൾഡ്രം ഏരിയ എന്ന് പറയുന്നത്. ആ ഭാഗം എന്റെ മക്കൾ എന്ത് ചെയ്യാം, നമ്മൾ ആ ഒരു ഭാഗത്ത് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചു വെക്കേണ്ട കാര്യമാണ്. കൂടാതെ തന്നെ പഠിക്കേണ്ട ഭാഗം നമ്മളെ വിൻഡിന്റെ സ്പീഡിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ് പ്രഷർ ഗ്രേഡിയന്റ്, അതുപോലെ തന്നെ കോറിയോലിസ് ഫോഴ്സ്, ഫ്രിക്ഷൻ. അതില് കോറിയോലിസ് ഫോഴ്സ് എന്റെ മക്കൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ. കോറിയോലിസ് പ്രഭാവം എന്ന് പറയും. കോറിയോലിസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എനിത്തിങ് ദാറ്റ് ഫ്രീലി മൂവിംഗ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ദാറ്റ് വിൽ ബി ഡിഫ്ലക്റ്റഡ് ടു റൈറ്റ് സൈഡ്, എനിത്തിങ് ദാറ്റ് ഫ്രീലി മൂവിംഗ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ ദാറ്റ് വിൽ ബി ഡിഫ്ലക്റ്റഡ് ടു ലെഫ്റ്റ് സൈഡ്. എന്ന് വെച്ചാൽ എന്തെങ്കിലും വസ്തു നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഉത്തരാർദ്ധഗോളത്തിൽ പോവുകയാണെങ്കിൽ വലത് ഭാഗത്തേക്കും, ഏതെങ്കിലും ഒരു വസ്തു ഫ്രീ ആയിട്ട് ദക്ഷിണാർദ്ധഗോളത്തിൽ പോവുകയാണെങ്കിൽ ഇടത് ഭാഗത്തേക്ക് പോകും. അതിനെ വിളിക്കുന്ന പേരാണ് കോറിയോലിസ് ഫോഴ്സ്. അത് കൊണ്ടുവന്ന വ്യക്തി ആരാണ്? അഡ്മിറൽ ഫെറൽ. അതുകൊണ്ട് തന്നെ അതിനെന്ത് വിളിക്കാറുണ്ട്? ഫെറൽസ് ലോ എന്ന് കൂടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. കൂടാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ശ്രദ്ധിക്കേണ്ട അടുത്തൊരു ഭാഗമാണ് സീ ബ്രീസ്, അതുപോലെ ലാൻഡ് ബ്രീസ്, കരക്കാറ്റും കടൽക്കാറ്റും. അറിയാലോ മക്കൾ, എന്ത് ചെയ്യുക, ഇത് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് വെക്കേണ്ട ഒരു ഭാഗമാണ്. അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്
ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിരിക്കണം. കൂടാതെ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ഡിഫറെന്റ് ലെവൽസ് പറഞ്ഞാൽ വിവിധ ഘട്ടങ്ങൾ നമുക്കറിയാലോ. ഇൻഡിവിജ്വൽ ടേക്ക് എഫേർട്സ് ടു ഡെവലപ്പ് ദെയർ ഓൺ സ്കിൽസ്. നമ്മളെ ഓരോ വ്യക്തികളും അവരവരുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കണം. ഫാമിലി ക്രിയേറ്റ് ദ ബെറ്റർ എൻവറോൺമെന്റ്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ, വിവിധ സംഘടനകൾ, അതുപോലെ രാജ്യം. നാഷൻ ഷുഡ് ബി പ്രൊവൈഡ് ദ നെസസറി ഫെസിലിറ്റീസ് ഫോർ ഡെവലപ്പ് ദ പീപ്പിൾ. ഇതിലെ ഡിഫറെന്റ് ലെവൽസുകൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ കൂടാതെ തന്നെ വേണ്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ പരീക്ഷ പേപ്പറുകളിലും കാണുന്ന സമയത്ത്, SLC പരീക്ഷ പേപ്പറുകളിൽ വരെ കാണുന്ന സമയത്ത് കാണുന്നതാണ് ഹൗ എഡ്യൂക്കേഷൻ ലെഡ് ടു നാഷണൽ ഡെവലപ്മെന്റ്. അത് നമ്മുടെ ഫ്ലോ ചാർട്ട് ഇല്ലടാ, ആ ഫ്ലോ ചാർട്ടാണ് പഠിക്കാനുള്ളത്. ഹൗ എഡ്യൂക്കേഷൻ ഹെൽപ് ടു നാഷണൽ ഡെവലപ്മെന്റ് എന്നുള്ളത് എന്ത് ചെയ്യുക, എന്റെ മക്കൾ പഠിച്ചു വെക്കണം. കൂടാതെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഫറെന്റ് പ്രൊജക്ടുകളും അവയുടെ ഗോളുകളും പഠിച്ചിട്ടുണ്ട് ഇല്ലേ. അതില് നമ്മൾ എല്ലാ പ്രൊജക്ടുകളും മക്കൾ പഠിച്ചു വെക്കുക. പ്രധാനമായിട്ടും മക്കളെ നമ്മളെ ഈ ICDS പോലെയുള്ള ICDS ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം എന്നുള്ളത് പഠിക്കാൻ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞാൽ അംഗനവാടി ആലോചിച്ച് നോക്കിയാൽ മതി. അംഗനവാടിയാണ് ശരിക്കും ICDS എന്ന് പറയുന്നത്. അതിന്റെ ലക്ഷ്യങ്ങൾ. അതുപോലെ തന്നെ SSA എന്ന് പറയുന്നത് സമഗ്ര ശിക്ഷാ അഭിയാൻ. സർവ്വശിക്ഷാ അഭിയാനൊക്കെ പണ്ടുണ്ടായിരുന്നതാണ്, ഇപ്പോൾ വരുന്നത് സമഗ്ര ശിക്ഷാ അഭിയാനാണ്. നമ്മളെല്ലാം എക്സാമിനേഷൻ എഴുതുന്ന ആ ഒരു രീതിയിലാണ്. സോ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, മക്കൾ നിർബന്ധമായിട്ടും പഠിക്കുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിച്ചുകൊണ്ട് പഠിച്ചിട്ട് പോവുക. ഇവിടെ നിന്നായിരിക്കാം ഏറ്റവും കൂടുതൽ സാധ്യതകൾ നമ്മൾ കാണുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളുടെ എല്ലാത്തിന്റെയും വീഡിയോകളുമായിട്ടും അതുപോലെ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മൾ ഇന്നത്തെ മാരത്തോണിലും ചർച്ച ചെയ്യുന്നതാണ്. മാരത്തോണിൽ മക്കൾ എല്ലാവരും എത്തിച്ചേരുക, നമുക്ക് അവിടുന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പൊ ശരി മക്കളെ, കാണാം.